ദയാവധത്തിന് വിധേയമാക്കുക എന്നുള്ള നടപടിയിലേക്ക് ഞങ്ങൾ ഇതുവരെയും കടന്നിട്ടില്ല. അങ്ങനെ കടക്കാനുള്ള ആലോചനയുമില്ല. ഗവൺമെൻറ് ഇത്തരത്തിൽ ചില ആലോചനകൾ നടക്കുന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങനെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യുന്നുമില്ല. ഞങ്ങൾ ഷെൽട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ മൃഗസ്നേഹികൾക്ക് അതൊക്കെ പറയാനുള്ള അവരുടെ അവകാശത്തെ പൂർണ്ണമായിട്ട് ബഹുമാനിക്കുന്നു. അവരിനിയും പറഞ്ഞോട്ടെ. നമസ്കാരം. തെരുവ് നായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശം കേരളം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. അതായത് തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന സുപ്രീം കോടതി നിർദ്ദേശമാണ് കേരളം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. ഈയൊരു സുപ്രീം കോടതിയുടെ നിർദ്ദേശം തലസ്ഥാന നഗരസഭ നടപ്പിലാക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കാരണം തലസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള തെരുവ് നായ ശല്യമാണ് നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നഗരസഭാ മേയർ VV രാജേഷ് തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. അത്തരത്തിൽ ചില വാർത്തകൾ വരുന്നതല്ലാതെ ഗവൺമെൻറ് തലത്തിലുള്ള വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ ഞങ്ങൾ പിടിക്കുന്ന നായ്ക്കളെയൊക്കെ തന്നെ ഷെൽട്ടറിൽ അടക്കുകയാണ്. നായ്ക്കളെ അവയെ ദയാവധത്തിന് വിധേയമാക്കുക എന്നുള്ള നടപടിയിലേക്ക് ഞങ്ങൾ ഇതുവരെയും കടന്നിട്ടില്ല. അങ്ങനെ കടക്കാനുള്ള ആലോചനയുമില്ല. പരമാവധി ഷെൽട്ടർ ചെയ്ത് തന്നെ അവരെ സംരക്ഷിക്കണമെന്നും അവയെ ദയാവധത്തിന് വിധേയമാക്കരുത് എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കണം, മരുന്നൊക്കെ കൊടുത്തിട്ട്. ഗവൺമെൻറ് ഇത്തരത്തിൽ ചില ആലോചനകൾ നടക്കുന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്, അല്ലാതെ ഞങ്ങൾക്ക് വിവരമൊന്നുമില്ല. ഈ അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാനും തീരുമാനമില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങനെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യുന്നുമില്ല. ഞങ്ങൾ ഷെൽട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപകടകാരികളായിട്ടുള്ള നായ്ക്കളൊക്കെ പിടിക്കുന്ന കൂട്ടത്തിലുണ്ട്. അതിനെ ഷെൽട്ടറിൽ തന്നെ പ്രത്യേകം സ്ഥലങ്ങളുണ്ടാക്കി നെറ്റ് വെച്ചിട്ട് അതിനെ മാർക്ക് ചെയ്ത് മാറ്റിയതിന് ശേഷം അവിടെയാണ് ഇപ്പോൾ പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ വ്യാപകമായി തെരുവ് നായ്ക്കളെ കൊല്ലുകയാണ്, ഷെൽട്ടറിലല്ല പാർപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് കുറച്ച് മൃഗസ്നേഹികളെല്ലാം തന്നെ ഇക്കഴിഞ്ഞ മാസം രംഗത്ത് വന്നിരുന്നു. ആയിക്കോട്ടെ, വന്നോട്ടെ. ആ മൃഗസ്നേഹികൾക്ക് അതൊക്കെ പറയാനുള്ള അവരുടെ അവകാശത്തെ പൂർണ്ണമായിട്ട് ബഹുമാനിക്കുന്നു. അവരിനിയും പറഞ്ഞോട്ടെ. എന്തായാലും വേറെ ഈ ഒരു വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് തെരുവ് നായ്ക്കളെ കൊല്ലില്ല, അതേസമയം വരും നാളുകളിൽ എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള കാര്യം വേണ്ടപ്പെട്ട അധികാരികളുമായി തീരുമാനിച്ചെടുക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇവിടെ എന്തായാലും അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. നിലവിലിപ്പോൾ കേരളം പ്രാഥമിക പ്രോട്ടോകോൾ തയ്യാറാക്കി കഴിഞ്ഞു. തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ പ്രത്യേക സമിതികൾ രൂപീകരിച്ചു. നായ്ക്കളെ കൊല്ലുന്നത് ഈ സമിതിക്ക് തീരുമാനിക്കാം. അതുപോലെ ഷെൽട്ടറുകൾക്ക് സ്ഥലം കണ്ടെത്താൻ കളക്ടർമാർക്കും നിർദ്ദേശം നൽകും. 2ൽ കൂടുതൽ നായ്ക്കളുള്ള വീടുകൾ ഷെൽട്ടറായി പരിഗണിക്കും. ഇവയ്ക്ക് പ്രത്യേക സ്മോൾ ഷെൽട്ടർ ലൈസൻസ് നൽകും. തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനും പ്രത്യേക മാനദണ്ഡങ്ങൾ തയ്യാറാക്കാനാണ് നിലവിൽ കേരളത്തിൻ്റെ തീരുമാനം. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.